ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, മറ്റൊരു വളരെ വലിയ ആൾക്കാരായിട്ട് തോന്നുന്നു. മുദ്രാവാക്യം വിളിച്ച് വരികയാണ്. അപ്പൊ ഈ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ഈ ഒരു കൈക്ക് സ്വാധീനമില്ല ചങ്ങാതി. അയാൾ അതിശക്തമായിട്ട് അത്യുഗ്രമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ഉമ്മൻചാണ്ടി നേതാവ് ധീരതയോടെ നയിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെ പേര് ആദ്യമായിട്ട് കേട്ടത്. അതിനടുത്ത വർഷമാണ് അദ്ദേഹം നിയമസഭാംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് 1969. 70 ഉമ്മൻചാണ്ടി MLA ആവും. ആ നിയമസഭയിൽ തന്നെയാണ് AK ആന്റണിയും PJ ജോസഫും അതുപോലെ തന്നെ നമ്മുടെ പിണറായി വിജയനും ഒക്കെ കന്നിക്കാരായിട്ട് വന്നു. പിന്നെ ഉമ്മൻചാണ്ടി എന്ന പേര് സർവ്വസാധാരണമാണ്. AK ആന്റണി KPCC പ്രസിഡന്റാവും. ഉമ്മൻചാണ്ടി, VM സുധീരൻ, MM ഹാസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബാലകൃഷ്ണപിള്ള. ഇവിടെ പാർട്ടി അത്ര വലിയ പാർട്ടി അല്ലെങ്കിലും അദ്ദേഹം ഒരു വലിയ നേതാവാണ്. UDFന്റെ സ്ഥാപക നേതാവാണ് അദ്ദേഹം എന്ന് പുള്ളി അവകാശപ്പെടുന്നത്. ആ സമയത്താണ് ഇതുപോലൊരു അശനിവാദം. അതിന്റെ പുറകെയാണ് ഐസ്ക്രീം പാർലറിന്റെ 2ാം ഭാഗം, ഇന്ത്യ വിഷൻ ചാനൽ. ഇങ്ങനെ ഒരുപാട് തിരിച്ചടികൾ. അങ്ങനെയാണ് ചെറിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും UDF വരുന്നത്. അപ്പോഴാണ് ഏറ്റവും വലിയ തലവേദന. കാരണം 2 പേരുടെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രിസഭ നൽകുന്നത്. സ്പീക്കറെ തെരഞ്ഞെടുത്തപ്പോൾ പിന്നെ ഒരാളുടെ ഭൂരിപക്ഷം, ആംഗ്ലോ ഇന്ത്യൻ മെമ്പറെ നോമിനേറ്റ് ചെയ്തപ്പോൾ പിന്നെ 2 ആളുടെ ഭൂരിപക്ഷം. ഇങ്ങനെ 2 പേരുടെ ഭൂരിപക്ഷത്തിൽ ആദ്യം ഇതിലെ 3 മന്ത്രിമാർ ഏകാംഗ പാർട്ടികളാണ്. അനൂപ് ജേക്കബ്, ആദ്യം TN ജേക്കബ്, പിന്നെ അനൂപ് ജേക്കബ്, പിന്നെ ഗണേഷ് കുമാർ, ഷിബു ബേബി, ഇവരൊക്കെ മന്ത്രിമാരായിട്ട് വരും. പിന്നെയാണ് മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനം ചെയ്തത്. അതിനെ തുടർന്നുണ്ടായ ഭയങ്കരമായ സാമുദായിക ധ്രുവീകരണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന് പുറമെയാണ് സോളാർ, അതിന് പുറമെയാണ് ബാർക്കോഴ. ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ നേരിട്ടു. അതിനു പുറമെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് പോലും എന്തൊക്കെ തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ, കിംവദന്തികൾ, നിയമസഭയിൽ വിഴുപ്പലങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഈ 2ാമത്തെ തവണ അതിനെ ആദ്യത്തെക്കാൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് 5 കൊല്ലം അദ്ദേഹം തികച്ച് ഒരു വിധത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം. പിന്നീട് അദ്ദേഹം ഒരു സ്ഥാനവും വഹിച്ചിട്ടില്ല. പിന്നെ ICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആന്ധ്രാപ്രദേശിന്റെ ചുമതല വഹിച്ചു പോയതല്ലാതെ പ്രധാനപ്പെട്ട പദവികളൊന്നും അദ്ദേഹം വഹിച്ചു. അപ്പൊ അങ്ങനെ ആ ഉമ്മൻചാണ്ടിയുടെ തുടക്കകാലത്ത് അദ്ദേഹം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവ നേതാവായിട്ട് വരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഒരു പരാജയം. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തോറ്റിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം 35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഉമ്മൻചാണ്ടി മരിച്ചുപോയ ഉമ്മൻചാണ്ടിയാണ് പുതുപ്പള്ളിയിൽ വീണ്ടും. അപ്പൊ ഇങ്ങനെ വളരെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോയി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ആന്തരികമായ ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അതിനേക്കാൾ ഉപരിയായിട്ട് കുടുംബം തെരുവിലേക്ക് വലിച്ചഴക്കപ്പെട്ടു. മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇല്ല. അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചൊക്കെ എന്തൊക്കെ അപവാദങ്ങളാണ് ഓരോരുത്തരും ഇവിടെ പറഞ്ഞു പോയത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യപുത്രനാണ് ഈ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് അദ്ദേഹം മരിക്കുന്നതിന് 1 വർഷം മുമ്പ്, ഏതാണ്ട് ഇപ്പോൾ 2 വർഷം മുമ്പ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോമസിന്റെ പുസ്തക പ്രകാശനം തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്നു. ഇപ്പൊ ജിജി തോമസൻ പറഞ്ഞിങ്ങനെ പുസ്തകം പ്രകാശിപ്പിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാറാണ് പ്രകാശിപ്പിക്കുന്നത്, അവിടെ ഒന്ന് വരണം. പുസ്തകം നേരത്തെ അയച്ചു, നല്ല പുസ്തകമാണ്. ഞാൻ തിരുവനന്തപുരത്ത് ചേർന്നു. അപ്പോൾ സാധാരണ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ആൾ ആദ്യം പ്രസംഗിക്കുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ പ്രസംഗിക്കുക, അങ്ങനെയുള്ളൂ. ഇതങ്ങനെയല്ല, റിവേഴ്സ് പ്രോസസ്സാണ്. മറ്റുള്ള ആളുകളെല്ലാവരും പ്രസംഗിച്ചതിന് ശേഷമാണ് പുസ്തകം പ്രകാശനം. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ. ഉമ്മൻചാണ്ടി തീരെ അവശൻ. അദ്ദേഹം വല്ലാതെ മെലിഞ്ഞിരിക്കും. മാത്രവുമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ വിരലുകൾ, കൈപ്പത്തി ശരിക്കും എക്സ്റേ എടുത്ത പോലെ. എക്സ്റേ എടുത്താൽ, ഞാൻ പരിഹാസമായിട്ട് പറഞ്ഞല്ല, എക്സ്റേ എടുത്താൽ നമ്മൾ എല്ല് മാത്രമല്ലേ കാണും. എല്ലും പിന്നെ തൊലിയുടെ ഒരു ആവരണവും മാത്രമേ. മജ്ജ എന്ന് പറഞ്ഞ സാധനം, ഈ പേശികൾ ഒട്ടും. അതുപോലെ ആള് വളരെ ക്ഷീണിതനാണ്. പക്ഷെ മുഖത്തിന് ആ പ്രസന്നതയ്ക്ക് യാതൊരു കുറവില്ല. ശബ്ദം വല്ലാതെ കുറഞ്ഞു പോയിരിക്കും. ശബ്ദം വളരെ കുറവാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഏതാണ്ട് 20-25 മിനിറ്റ് പ്രസംഗിച്ചു. സത്യത്തിലെ പുസ്തകം പ്രകാശിപ്പിക്കാനായിട്ട് 25 മിനിറ്റ് പ്രസംഗിക്കേണ്ട ആവശ്യം 5 മിനിറ്റ് കൊണ്ട് തീർക്കാം. അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല. ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സവിശേഷത. ഉമ്മൻചാണ്ടി പറഞ്ഞത് മുഴുവൻ പാമോയിൽ കേസിനെ കുറിച്ച്,
ജിജി തോംസൺ വളരെ സത്യസന്ധനായ, വളരെ പ്രഗത്ഭ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പാമോയിൽ കേസിൽ പ്രതികളുടെ ലിസ്റ്റ് എഴുതി വന്നപ്പോൾ അന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടറായിരുന്ന ജിജി തോംസന്റെയും ഈ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി ആയിരുന്ന പി ജെ തോമസിന്റെ പേര് പ്രതിപ്പട്ടികയിൽ ഉണ്ട്. അപ്പൊ സാങ്കേതികമായി ജിജി തോംസൺ ഈ കേസിൽ പ്രതിയാണ്. ഉമ്മൻചാണ്ടി സാങ്കേതികമായിട്ട് പോലും പ്രതിയല്ല. അത് പിന്നെ പല വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഈ കേസിനെ കുറിച്ച് TH മുസ്തഫ പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. മുസ്തഫക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാം. പുള്ളി അത് എത്ര തവണ പറയാനും ഒരു മടിയില്ലാത്ത ആളുകൾ, ഇങ്ങനെ തുറന്ന സ്വഭാവക്കാരാണ്. മുസ്തഫ പറഞ്ഞ് എനിക്ക് കൃത്യമായി. പക്ഷെ ഉമ്മൻചാണ്ടി പറഞ്ഞത് ജിജി തോംസൺ ഈ ഇടപാടിൽ യാതൊരു പങ്കുമില്ല എന്ന കാര്യം അത് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇത്രയും അവശനായിരിക്കുന്ന സമയത്തും ഞാനീ പറഞ്ഞില്ല, നമ്മൾ എല്ലും തൊലിയും എന്ന് പറയുന്നത് ഞാൻ അന്നാണ് അനുഭവിച്ചത്. ആ സമയത്തും ഉമ്മൻചാണ്ടി ആരോഗ്യം അത്രയും മോശമായിരിക്കുന്ന സമയത്തും പറഞ്ഞത് ജിജി തോംസന് പാമോയിൽ ഇടപാടിൽ യാതൊരു പങ്കുമില്ല എന്ന കാര്യം പങ്കുവെക്കാനാണ് അദ്ദേഹം. അതായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. ഞാൻ ബെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ നിതാന്ത വിമർശകനായിരുന്ന ആൾ. അടുത്ത് ചെന്നു, വളരെ സ്നേഹമായിട്ട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ഭാര്യ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ആരാധികയാണ്. അപ്പൊ അദ്ദേഹം ശബ്ദം ഇല്ല, ആ ഗവൺമെന്റ് ഡോക്ടറല്ലേ, ഏത് ആശുപത്രി? ഞാൻ പറഞ്ഞു, ഇന്ന പെരുമ്പാവൂർ ആശുപത്രി, വീടിന്റെ അടുത്താണ്. ഇതാണ് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഇതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, കോൺഗ്രസ്സുകാർ പൊതുവെ വായനാശീലം ഇല്ലാത്തത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. എന്റെ അറിവിൽ പുസ്തകം വായിക്കുന്ന കോൺഗ്രസ്സുകാർ 3 പേർ അതുവരെട്ടുണ്ട്. ഒരാള് തലേക്കുന്നിൽ ബഷീറായിരുന്നു, അദ്ദേഹം മരിച്ചു. പിന്നൊരാള് നമ്മുടെ ആര്യാടൻ, അതെ ഞാൻ പറയാൻ വന്നത് കാർത്തികേയനായിരുന്നു, പുള്ളി മരിച്ചു. പിന്നെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന സൂചന പാലുണ്ടായിരുന്നു അദ്ദേഹം. ഇനി ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർ എത്ര പേര് പുസ്തകം വായിക്കുന്ന എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് വേറെ ഒന്നിനുമല്ല. ചെറിയ ഫിലിപ്പ് പോയിട്ട് വന്നാണല്ലോ. വായനാശീലം ഇല്ലാത്തവരായിട്ട് ഞാൻ പ്രത്യേകം പറയാം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ വായിക്കും. അത് വായിച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, അത് അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയത് മുതൽക്ക് ഏതാണ്ട് അദ്ദേഹം മരിക്കുന്നവർ, കോവിഡ് കാലത്താണ് ഇത് എഴുതിയത്. ഉമ്മൻചാണ്ടിയെ പോലെ ഇത്ര തിരക്കുള്ള ഒരാൾക്ക് ആത്മകഥ എഴുതാൻ പറ്റില്ല. പ്രശസ്ത പത്രപ്രവർത്തകനായ സണ്ണിക്കുട്ടി അബ്രഹാം നിരവധി തവണ ഇദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കൃത്യമായി കുറിച്ചെടുത്ത് അത് എഴുതി അദ്ദേഹത്തെ കാണിച്ച് ബോധ്യപ്പെടുത്തി അതിൽ അദ്ദേഹത്തിന് ആക്ഷേപമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി പിന്നെയും അതിന്റെ കരട് രണ്ടാമത് കാണിച്ച് രണ്ടാമത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം പ്രത്യേകിച്ച് മരണശേഷമാണ് പുസ്തകം പോകുന്നത്. ആ പുസ്തകം അതിന്റെ 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ, അദ്ദേഹം ബാലജന സഖ്യത്തിൽ തുടങ്ങിയത് മുതൽക്ക് ഏതാണ്ട് കോവിഡ് കാലം വരെയുള്ള പൂർണ്ണമായ ചരിത്രമാണ്. എല്ലാ ചരിത്ര സംഭവങ്ങളും അതിൽ വളരെ സമഗ്രമാണ്. ഞാനതിനുശേഷം സണ്ണിക്കുട്ടിയായിട്ട് സംസാരിച്ചു. സണ്ണിക്കുട്ടി പറഞ്ഞു, ഇദ്ദേഹത്തിന് അപാരമായ ഓർമ്മശക്തി, ഓരോ ചെറിയ കാര്യങ്ങളും അതിന്റെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ വരെ ഓർമ്മയുണ്ട്. രണ്ടാമത്തെ കാര്യം, സത്യസന്ധമായിട്ട് ഈ പുസ്തകം എഴുതുമ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാളെ പോലും വേദനിപ്പിക്കാതിരിക്കുക, അതാണ് പ്രശ്നം. അദ്ദേഹത്തെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിച്ച ആളുകളുണ്ട് ഇല്ലേ? ഒരാളെ പറ്റി പോലും ഒരു ചീത്ത അഭിപ്രായം അതിൽ പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കയറി. നമുക്കറിയാം ഇതിൽ പല കാര്യങ്ങളും, പല നാടകങ്ങളും അന്തർനാടകങ്ങളും, അത് അങ്ങോട്ട് വില വെച്ചതും ഇങ്ങോട്ട് വില വെച്ചതും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും ഒരാളെയും വേദനിപ്പിക്കാതിരിക്കാനുള്ള വലിയ കരുതൽ അദ്ദേഹത്തിന്റെ ഭാഗം. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സവിശേഷത. ആരെയും വേദനിപ്പിക്കാതിരിക്കുക, എല്ലാവർക്കും കഴിയുന്നത്ര സഹായം ചെയ്യുക. ഇവിടെ ബെന്നിച്ചേട്ടൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഞങ്ങളുടെ അൻവർ സാദത്ത് ആദ്യമായിട്ട് MLA ആയ സമയത്ത്, അന്ന് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി. അൻവർ സാദത്ത് വലിയ പ്രസംഗങ്ങളൊന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അൻവർ സാദത്തിനാണ്. അൻവർ സാദത്ത് എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്ന ഒരു കാര്യം, ഈ പഞ്ചായത്തിൽ ഈ വാർഡിൽ എന്തെങ്കിലും മാറാരോഗങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ മടിക്കരുത്, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അനുവദിക്കുന്നത്. അത് എല്ലാ മീറ്റിങ്ങിലും അദ്ദേഹം പറയുക. ഒരുപാട് പേർക്ക് അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതിന്റെ ഒരു 2ാം ഭാഗമുണ്ട്.
ഉമ്മൻചാണ്ടിയുടെ ഭരണം കഴിഞ്ഞ് നമ്മുടെ കാരണഭൂതന്റെ ഭരണം തുടങ്ങിയ സമയത്ത് എന്റെ വക്കീൽ ഓഫീസ് അടിച്ചു കൊടുക്കാൻ ഒരു പാവപ്പെട്ട സ്ത്രീ, അവരുടെ മകളുടെ ഭർത്താവിന് ക്യാൻസറാണ്. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല. ഈ സ്ത്രീക്ക് അറിയാം എനിക്ക് എന്തൊക്കെയോ സ്വാധീനമുണ്ട്, ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ് ഞാൻ. അവരെന്നോട് പറഞ്ഞു, സാറ് എൻ്റെ മോളുടെ കെട്ടിയവന് ക്യാൻസറാണ്, ഒരു രക്ഷയില്ല, മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്തതിനത് മാർഗം. ഞാൻ ഉടനെ അൻവർ സാദത്തിനെ വിളിച്ചു. പുള്ളി പറഞ്ഞു, പൊന്നു ചേട്ടാ ഒരു രക്ഷയില്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, ഒരുപാട് അപേക്ഷകൾ അവിടെ കെട്ടിക്കിടപ്പുണ്ട്, ഇന്ന് വരെ ഒരു തീരുമാനം ഉണ്ടായില്ല, ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ഒരു സഹായവും കിട്ടാതെ ആ മനുഷ്യൻ മരിച്ചുപോയി എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞത് ഒരു ഇടപെടലിന്റെ പ്രശ്നമാണ്. ഇവിടെ പറഞ്ഞല്ലോ, മന്ത്രിസഭാ യോഗത്തിൽ, നിയമസഭാ യോഗത്തിൽ ഇരിക്കുമ്പോഴും നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും MLA ഓരോരുത്തരും ഒരു കെട്ട് നിവേദനങ്ങളുമായിട്ടാണ് വരിക. ഈ ചർച്ചകൾ അവിടെ നടക്കുമ്പോൾ പുള്ളി അത് വായിച്ച് അതിന്റെ മാർജിനിൽ ഇങ്ങനെ ഉത്തരവ് എഴുതിക്കൊണ്ടേയിരിക്കും. മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഭരത് ഭൂഷൺ ഒരിക്കൽ എന്നോട് പറയും, മന്ത്രിമാർ ഇതുപോലെ ഒരു കെട്ട് അപേക്ഷയുമായിട്ട് അവിടെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഇദ്ദേഹം മാർജിനിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പൊ തന്നെ അഭിപ്രായം പറയും. ആ രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ. ഉമ്മൻചാണ്ടി ഒരു വലിയ പ്രഭാഷകനായിരുന്നില്ല, പക്ഷെ ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം, ഇപ്പൊ ഈ ബെന്നിച്ചേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ പറയാം, അദ്ദേഹം കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായി ഒരുപാട് ദിവസം ആശുപത്രിയിൽ. നമ്മുടെ ചെങ്ങാനാട് പഞ്ചായത്തിലൊന്നും യാതൊരു പ്രചരണവും ഉണ്ടായിട്ടേ ഇല്ല. ഇന്നസെന്റിന്റെ 11 തരത്തിലുള്ള നോട്ടീസ് എന്റെ വീട്ടിൽ കിട്ടി. അദ്ദേഹം മഞ്ഞ ജുബയിടുന്നത് കൂടാതെ ചുവന്ന ജുബയിട്ട നോട്ടീസ് വരെ കിട്ടി. ജയൻ രാധാകൃഷ്ണന്റെ 5 തരം നോട്ടീസ് കിട്ടി. ബെന്നി ബെഹനാന്റെ ഒരു നോട്ടീസാണ് കിട്ടിയത്. അത് വിഷുവിന്റെ അന്ന് കാലത്ത് ഈ പ്രൊഫഷണൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ വന്നിട്ട് അധികം നടക്കാതിരിക്കാൻ വേണ്ടി കൈ നീട്ടി, കാരണം ഒരടി കൂടുതൽ വെച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ വിചാരിച്ച വല്ല കൈ നീട്ടം മേടിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും വിഷുവിന്റെ അന്ന് കാലത്ത്. അപ്പൊ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ നോട്ടീസുമായിട്ട് വന്നു. അവിടെ ഒന്നുള്ളവരല്ല, എവിടെ നിന്നോ വന്ന ആളുകൾ. അപ്പൊ പക്ഷേ എന്നാലും ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അത് ഞാൻ പറഞ്ഞത് ഇവിടെയല്ല, ഈ കൊടുങ്ങല്ലൂർ കയ്പമംഗലം ഭാഗം ഏഷ്യാനെറ്റിന്റെ ഈ ഫോട്ടോഗ്രാഫർ എന്നോട് പറഞ്ഞാണ്, വീഡിയോഗ്രാഫർ, അവര് ഇതിന് വീഡിയോ എടുക്കാൻ പോയി കൊടുങ്ങല്ലൂർ കയ്പമംഗലം ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇപ്പൊ ബെന്നി ബെഹനാൻ ചെയ്ത് ക്ഷീണിതനാണ്, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്ന് ആളുകളെ അഭിവാദ്യം ചെയ്യാനുള്ള ആവതി. ഉമ്മൻചാണ്ടി അതിനേക്കാൾ ക്ഷീണിതനാണ്, വളരെ അവശനാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ നെഞ്ചു പിടിച്ച് എഴുന്നേറ്റ് ആളുകൾ. അപ്പൊ നൂറുകണക്കിന് ആളുകൾ റോഡിന്റെ രണ്ടു വശത്ത് നിൽക്കുക. അത്രയും അവശനായിരിക്കുന്ന സമയത്തും ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു പറയും. അതായിരുന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളവരാണ്, പരിചയമുള്ളവരാണ്. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല, എങ്കിലും അത് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തെ പോലെ ഒരാൾ ഉണ്ടാകുക അത്ര എളുപ്പം. ഞാൻ കണ്ടിട്ടുള്ള 3 പ്രധാനപ്പെട്ട വിലാപയാത്രകൾ, ഒന്ന് സഖാബ് AKG മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഓടിയുണ്ട് 1977 ഈ വഴിക്കാണ് കൊണ്ടു. അന്ന് നൂറുകണക്കിന് ആളുകൾ ഇപ്പൊ ആലുവ ബൈപ്പാസ് ഇരിക്കുന്ന സ്ഥലത്ത് ആ വഴിക്ക് വരുമ്പോൾ അവിടെ വണ്ടി നിർത്തി ഒരുപാട് പേര് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. AKG എന്ന് വെച്ചാൽ അത്ര വലിയ ഒരു ജനനായകൻ. പിന്നീട് അതുപോലെ കണ്ടത് EK നായനാരുടെ, ഇത്രയും വികാര ആളുകളുടെ ഭാഗത്തുണ്ടാവാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഘടകം കൂടി അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വീകാര്യത. പിന്നെ അദ്ദേഹത്തെ മരണശേഷം പോലും ചവിട്ടി താഴ്ത്താനൊക്കെ ചില ആളുകൾ നടത്തുന്ന നീചമായ ശ്രമം, അതും ഒരു ഘടകമാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട്, എന്റെ കുടുംബത്തിന്റെ വോട്ട് അദ്ദേഹത്തിനായിരിക്കും എന്ന് പറഞ്ഞാണ് പാവപ്പെട്ട മൃഗാശുപത്രിയിലെ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഇല്ലേ നാളെ തൊട്ട് വരണ്ട എന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതും പിന്നെ അവരെ ആൾമാറാട്ട കേസിൽ പ്രതിയാക്കി. അതുപോലെ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഈ ആലുവ മുതൽക്ക് പാലാരിവട്ടം വരെയുള്ള സ്ഥലത്തെ പണി തീർത്ത് 85% പണി തീർത്ത് പിന്നെ അതിന്റെ പെയിന്റ് അടിക്കാനും പൂച്ചട്ടി വെച്ച് പിടിപ്പിക്കാനുള്ള പണിയെ ബാക്കിയുണ്ടായിരുന്നത്. ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടിയെ വിളിക്കാതെ ഗംഭീരമായ ഉദ്ഘാടനം നടത്തി. വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ, ഉദ്ഘാടനമല്ല ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടനം വേറെ വരുന്നു.
ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അംബാനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ആരാണ് ഈ കരാറ് ഒപ്പിട്ട. പക്ഷെ നമ്മുടെ ഉദ്ഘാടകൻ വേറെ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പറയാൻ അദ്ദേഹം മറന്നുപോയി. പക്ഷെ അത് മറന്നുപോയോണ്ടൊരു ഗുണമുണ്ടായി. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മറവിയും നമ്മളെ കൂടുതലായിട്ട് ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പുതിയ കാര്യമല്ല. ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ തന്നെ നമ്മൾ നോക്കിയറിയാം, MS വല്യത്താൻ വരും, ഹൃദയരോഗ വിദഗ്ധൻ. അദ്ദേഹത്തെ കുറിച്ച് മാതൃഭൂമിയിലും മനോരമയിലൊക്കെ വലിയ റിപ്പോർട്ടുകളുണ്ട്. നമ്മുടെ ദേശാഭിമാനി പത്രത്തിൽ പോയി കഴിഞ്ഞാലും ഉണ്ട് റിപ്പോർട്ട്. പക്ഷേ MS വല്യത്താനെ ഇവിടെ കൊണ്ടുവന്നത് അച്യുതമേനോനാണെന്നുള്ള കാര്യം അത് മാത്രം. ഉമ്മൻചാണ്ടിയോടിനേക്കാൾ വലിയ വിരോധമാണ് അച്യുതമേനോട്. കൊച്ചി സർവകലാശാല സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ